പ്രമുഖ നടി രേഖ രതീഷ് ഇൻസ്റ്റഗ്രാമിൽ മുഖ്യമന്ത്രിയോട് സഹായം അഭ്യർത്ഥിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. യൂട്യൂബേഴ്സ് വ്യക്തിഹത്യ ചെയ്യുന്നു എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. 6 മാസമായി അവർക്ക് ജോലിയൊന്നുമില്ലെന്നും മാനസിക സമ്മർദ്ദത്തിലാണെന്നും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സാണ് അതിന് കാരണമെന്നുമാണ് രേഖ രതീഷ് പറയുന്നത്. പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-8 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെ എല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. സീരിയൽ സിനിമ രംഗത്തുള്ള പലർക്കും വേണ്ടിയാണ് ഇവർ സംസാരിക്കുന്നതെന്ന് പറയുന്നു. രേഖ രതീഷ് വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല യൂട്യൂബ് ചാനലുകളും വീഡിയോസ് ചെയ്തിരുന്നു. അതിനെതിരെയാണ് ഇവർ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. പല യൂട്യൂബ് ചാനലുകളും പലരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് നെഗറ്റീവായിട്ടും മറ്റും വീഡിയോ ചെയ്യുന്നു. ഇത് പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പബ്ലിക്കിൽ വരുന്ന കാര്യങ്ങളാണ്, സ്വതന്ത്രമായിട്ട് ഉള്ള കാര്യങ്ങൾ ഇടുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് എന്നെ ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ യൂട്യൂബ് ചാനലുകൾ ചെയ്യുന്നതിന് നിയന്ത്രണം വരുമെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് പലരുടെയും ഉപജീവന മാർഗമാണ് യൂട്യൂബ് ചാനലുകൾ. പലർക്കും ഇത്തരത്തിൽ ഉള്ള ചാനലുകളിൽ നിന്നും നല്ല വരുമാന മാർഗം ലഭിക്കുന്നുണ്ട്. വീഡിയോ ചെയ്യുന്ന സമയത്ത് തെറ്റായ തംബ്നെയിലുകൾ നൽകി വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് തെറ്റായ പ്രവണതയാണ്. സിനിമ, സീരിയൽ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള ഒരു പബ്ലിക് ഫിഗറാണ്. അങ്ങനെ പബ്ലിക് ഫിഗേഴ്സ് ആവുന്ന സമയത്ത് പലരെക്കുറിച്ചും പലതരത്തിലുള്ള വീഡിയോകൾ വരും. ഇത്തരം വീഡിയോ വരുന്നവർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മാനസികമായി തളരാതെ നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അത് കൈകാര്യം ചെയ്യുന്നവരുടെ താല്പര്യമാണ്. നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ മുൻപോട്ട് പോയാൽ അതിന് സോഷ്യൽ മീഡിയ കൊണ്ട് ഏറെ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക.